ഹായ് ഓൾ, വെൽക്കം ടു ദീക്ഷ അക്കാഡമി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് വന്നു, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. എല്ലാവരും കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാവും, പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 2 മാസമേ നമുക്ക് എക്സാമിനുള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയൂ. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ PYQ ബേസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്കറിയാം നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് ഇന്ന ടെക്സ്റ്റ് പഠിക്കണം എന്നോ അല്ലെങ്കിൽ ഇന്ന ഏരിയ നോക്കണം എന്നോ ഒക്കെ വളരെ അത്ര ക്ലിയർ അല്ലാത്തൊരു സിലബസ് ആണ് നമുക്ക് തന്നേക്കുന്നത് അല്ലേ. അപ്പൊ ഇപ്പൊ ഓരോ മൊഡ്യൂൾ എടുത്താലും ഇന്ന പോർഷൻ പഠിക്കണം അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഏത് ടെക്സ്റ്റിൽ ഏത് ഭാഗത്തു നിന്ന് പഠിക്കണം എന്നോ അല്ലെങ്കിൽ ഏതൊക്കെ ടെക്സ്റ്റുകൾ റെഫർ ചെയ്യണം എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പല വർഷങ്ങളിൽ ഇപ്പൊ ദർശനം എടുക്കുകയാണെങ്കിലും ഓരോ വർഷവും ടെക്സ്റ്റ് മാറി മാറി വരുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലെ. അപ്പോൾ നമ്മൾ PYQ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ടെക്സ്റ്റുകൾ നോക്കേണ്ടി വരും, ഏതൊക്കെ ഭാഗങ്ങൾ നോക്കേണ്ടി വരും, സിലബസിൽ ഉള്ളത് തന്നെ, അതായത് ഏരിയ തന്നിട്ടുണ്ടെങ്കിലും ആ ഏരിയയിൽ നിന്നും പുറത്തുള്ളതും ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. അപ്പം ഏതൊക്കെ ഏരിയാസ് നോക്കണം, ഏതൊക്കെ ടെക്സ്റ്റുകൾ പഠിക്കണം എന്നൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? PYQs ഡിസ്കസ് ചെയ്ത് പോകണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ പോർഷൻസും പഠിക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണേ നമ്മുടെ സിലബസിലുള്ള 73യുടെ സിലബസിലുള്ള പുരാണ ഇതിഹാസം എന്ന് പറയുന്ന മൊഡ്യൂൾ. 25ലും ഈ ഒരു ഏരിയ പഠിക്കാനുണ്ട്. പക്ഷെ ഇത് മാത്രമായിട്ടല്ല പഠിക്കാനുള്ളത്, ഒരു വലിയ മൊഡ്യൂൾ ആയിട്ട് തന്നെ ധർമ്മശാസ്ത്രവും പുരാണവും ഒക്കെ കൂടി ചേർന്നിട്ടുണ്ട്. നമുക്ക് വളരെ കുറച്ച് ഭാഗമേ ഉള്ളൂ ശരിക്കും പുരാണ ഇതിഹാസം എന്ന് പറയുന്ന മൊഡ്യൂളിൽ പഠിക്കാൻ. അത് നമുക്കൊരു 10 ചോദ്യങ്ങളിൽ 10-9 ചോദ്യങ്ങളും ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്നും കൂടുതലും വരാറ്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഒരു 5 വർഷത്തെങ്കിലും PYQ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ഏരിയാസ് നോക്കണമെന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 18 മാർക്കോളം ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ കഴിയും. അപ്പൊ പുരാണ ഇതിഹാസം മൊഡ്യൂളില് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് സാധാരണ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും കാണാറുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കിപ്പാം. ഭാഗവത പുരാണ ലക്ഷണം നാസ്തി. ഓപ്ഷൻസ് അപാശ്രയം, നിഗമം, സംസ്ഥ, ഹേതു. ഞാൻ ആൻസേഴ്സ് ഒന്നും പറയണില്ല, ആൻസേഴ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. ഇന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് ഏരിയാസ് പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. അപ്പോ ഭാഗവത പുരാണ ലക്ഷണം അല്ലാത്തത് ഏതെന്നാണ് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചേക്കുന്നത്. രണ്ടാമത്തതോ സർഗശ്ച പ്രതിസർഗശ്ച വംശോ മന്വന്തരാണിച്ച ഇത് പുരാണ ലക്ഷണേ മന്വന്തരാണി കതി ഭവന്തി. സർഗശ്ച പ്രതിസർഗശ്ച പറഞ്ഞു തുടങ്ങുന്ന പുരാണ ലക്ഷണത്തിൽ മന്വന്തരങ്ങൾ എത്ര എണ്ണമാണുള്ളത്? അടുത്തതോ അധോങ്കിതേഷു കസ്യ ഗണന മഹാപുരാണേഷു ന ഭവതി. താഴെ തന്നിരിക്കുന്നവയിൽ മഹാപുരാണമല്ലാത്തത് ഏതാണ്? മദ്വയം ഭദ്വയം ചൈവ ഭ്രത്രയം വാ ചതുഷ്ടയം അനാപലിംഗ കുസ്കാനി പുരാണാനി പൃഥക് പൃഥക്. ഉപരിയുക്ത ശ്ലോകെ വർണ്ണാനം ക്രമാനുസാരം. വർണ്ണക്രമങ്ങൾ അനുസരിച്ചിട്ട് ഈ താഴെ തന്നിരിക്കുന്ന പുരാണങ്ങളുടെ ക്രമം എഴുതാൻ, അതായത് ഈ ഒരു ഓർഡർ വെച്ച് മദ്വയം ഭദ്വയം എന്ന് പറയുന്ന ഓർഡർ വെച്ചിട്ട് താഴെ തന്നിരിക്കുന്ന പുരാണങ്ങൾ ഓർഡറിൽ എഴുതാനാ ചോദിച്ചേക്കണം. പുരാണ ദൃഷ്ട്യ ഏഷ സർഗഃ നാസ്തി. പുരാണ ദൃഷ്ടിയിൽ താഴെ തന്നിരിക്കുന്നവയിൽ സർഗമല്ലാത്തത് ഏത്? അതുപോലെ തന്നെ മഹാഭാരത പർവസു പരിഗണ്യത. ഇതിൽ മഹാഭാരത പർവങ്ങളിൽ പരിഗണിക്കപ്പെടുന്നത് ഏതൊക്കെയാണ്? ശല്യ, മോസല, ശാലാക്യ, സമ്രാട്ട്. കൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. രാജതരംഗിണ്യാഹ സംബന്ധഃ അസ്തി കാശ്മീരേണ ക്ഷേമേന്ദ്രേണ മഗധേന കൽഹണേന. അപ്പൊ ഇത്രയും ഏരിയാസ് വെച്ച് ഇത്രയും ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സിലബസിനെ നമുക്ക് ശരിക്കും സിലബസിൽ ഈ ഒരു മൊഡ്യൂള് ഒരു 6 ടോപ്പിക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പോരാ, നമുക്ക് നമ്മുടെ എക്സാം പാറ്റേൺ അനുസരിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ പോർഷൻ പുരാണ വ്യുത്പത്തിയാണ്. യാസ്കൻ, വായു പുരാണം തുടങ്ങിയിട്ടുള്ള പുരാണങ്ങളിലും അവേദവ്യാസനും യാസ്കനും പോലുള്ള ആളുകളും പറയുന്ന പുരാണത്തിന്റെ വ്യുത്പത്തി എല്ലാ വർഷവും ഷുവർ ആയിട്ടും 1-2 ചോദ്യമുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ പുരാണ ലക്ഷണം എന്ന് പറയുന്ന പാർട്ട്, അതും നമ്മളിപ്പോ ചോദിച്ച ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അല്ലെ. പുരാണ ലക്ഷണം അല്ലാത്തത് ഏതെന്നോ ഒക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ പുരാണ സാഹിത്യം, അത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അത് കൂടാതെ അതായത് ഓരോ പുരാണത്തിൽ നിന്നും ഡീപ്പായിട്ട് പഠിക്കേണ്ട
ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അത് കൂടാതെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ മഹാപുരാണങ്ങളിൽ ഉൾപ്പെടുന്ന ഏതെന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. പിന്നെയോ സൃഷ്ടി വിഷയക അവതാരണം, സൃഷ്ടിയെ പറ്റിയിട്ട് നമ്മൾ സർഗം പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ആ ടൈപ്പ് സൃഷ്ടി വിഷയത്തെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ രാജതരംഗിണിയെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. എത്ര തരംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓദർ ആരാണ്, എന്തിന്റെ ചരിത്രമാണ് പറയുന്നത്, അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെ വരുന്നത്. പിന്നെ വരുന്നത് മഹാഭാരതം. മഹാഭാരതം മാത്രമല്ല രാമായണവും ക്വസ്റ്റ്യൻസിൽ ഇപ്പൊ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ടോപ്പിക് ആയിട്ട് നോക്കാം. ഒന്നാമത്തത് പുരാണ വ്യുത്പത്തിയാണ്. ഈ വ്യുത്പത്തി ഭാഗം നമ്മൾ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഓരോ പുരാണത്തിലും പറയുന്ന വ്യുത്പത്തി എന്താന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം അങ്ങനെയായിരിക്കും ചോദിക്കുക, പുരാ നവം ഭവതീതി പുരാണ എന്ന് പറയുന്ന വ്യുത്പത്തി ആര് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഏത് പുരാണത്തിൽ പറയുന്നതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് വ്യുത്പത്തി എന്താന്ന് മനസ്സിലാക്കുക, അത് ഏതിൽ പറയുന്നതാന്ന് മനസ്സിലാക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. ഒന്ന് ബൈഹേർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പുരാ നവം ഭവതീതി പുരാണ എന്ന് യാസ്കൻ പറഞ്ഞു. സർഗപ്രതിസർഗാദി വർണ്ണിതാഹ ഗ്രന്ഥവിശേഷ. വ്യാസൻ പറയുന്നത് യസ്മാത് പുരാ ഹ്യനതീതം പുരാണം തേന തത്സ്മൃതം നിരുക്തിമസ്യ യോ വേദ സർവപാപൈ വിമുച്യതേ എന്ന് വായുപുരാണത്തിൽ പറയുന്നത്. പുരാ പരമ്പരാം ഭക്തി പുരാണം തേന വൈസ്മൃതം എന്ന് പത്മപുരാണത്തിൽ പറയുന്നു. പുരാതനസ്യ കൽപ്പസ്യ പുരാണാനി വിദുർബുധ എന്ന് മത്സ്യപുരാണത്തിൽ പറയുന്നു. പൂരണാത് പുരാണം എന്ന് ജീവഗോസ്വാമിയും പറയുന്നു. അപ്പോ യാസ്കൻ പറയുന്നത് പുരാ നവം ഭവതീതി പുരാണ, വ്യാസൻ സർഗപ്രതിസർഗാദി വർണ്ണിത ഗ്രന്ഥവിശേഷ. വായുപുരാണത്തില് യസ്മാത് പുരാ ഹ്യനതീതം പുരാണം തേന തത്സ്മൃതം നിരുക്തിമസ്യ യോ വേദ സർവപാപൈ വിമുച്യതേ. പത്മപുരാണത്തില് പുരാ പരമ്പരാം ഭക്തി പുരാണം തേന വൈസ്മൃതം. അതുപോലെ ബ്രഹ്മാണ്ഡ പുരാണത്തില് സാധാരണ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട് യസ്മാത് പുരാ ഹ്യഭൂചൈതത് പുരാണം തേന തത്സ്മൃതം എന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്. മത്സ്യപുരാണത്തില് പുരാതനസ്യ കൽപ്പസ്യ പുരാണാനി വിദുർബുധ എന്ന് മത്സ്യപുരാണത്തിലും പൂരണാത് പുരാണം എന്ന് ജീവഗോസ്വാമി പറയുന്നു. ഓക്കെ, അതാണ് പുരാണ വ്യുത്പത്തി എന്ന് പറയുന്ന പാർട്ടില് വരുന്നത്. അടുത്തത് പുരാണ ലക്ഷണാണ്. നമുക്ക് മെയിൻ ആയിട്ട് മത്സ്യപുരാണത്തിലെയും ഭാഗവത പുരാണത്തിലെയും പുരാണ ലക്ഷണാണ് പഠിക്കാനുള്ളത്. മത്സ്യപുരാണത്തില് 5 ലക്ഷണമാണ് പുരാണത്തിന് പറയുന്നത്. അത് തന്നെയാണ് മറ്റു പുരാണങ്ങളിലൊക്കെ തന്നെ പല രീതിയിൽ പറഞ്ഞു പോകുന്നത്. 5 ലക്ഷണം തന്നെയാണ്. ഭാഗവത പുരാണത്തിലാണ് 10 ലക്ഷണം പുരാണത്തിന് പറയുന്നത്. ഭാഗവത പുരാണത്തിലേക്ക് വരുമ്പോൾ അതിൽ 10 ലക്ഷണവും പറയുന്നുണ്ട്. അപ്പൊ മത്സ്യപുരാണത്തിൽ പറയുന്ന 5 ലക്ഷണം ഏതൊക്കെയാ നോക്കാം. സർഗശ്വ പ്രതിസർഗശ്വ വംശോ മന്വന്തരാണിച്ച വംശാനുചരിതം ചൈവ പുരാണം പഞ്ചലക്ഷണം. ഒന്നുകൂടി പറയാം. സർഗശ്വ പ്രതിസർഗശ്വ വംശോ മന്വന്തരാണിച്ച വംശാനുചരിതം ചൈവ പുരാണം പഞ്ചലക്ഷണം. ഏതൊക്കെയാണ്? സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം. ഈ 5 എണ്ണമാണ് മത്സ്യപുരാണത്തിൽ പറയുന്ന 5 ലക്ഷണങ്ങള് പുരാണത്തിന്റെ. ഏതൊക്കെയാണ്? സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം. സർഗം എന്ന് പറയുമ്പോൾ സൃഷ്ടിയെ തന്നെയാണ്. സൃഷ്ടിയാണ് സർഗം എന്ന് പറയുന്നത്. പ്രതിസർഗം എന്ന് പറയുന്നത് എന്താണ്? പ്രളയമാണ്. നേരെ ഓപ്പോസിറ്റ്. സർഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രതിസർഗം. എല്ലാത്തിന്റെയും നാശാണ്. പ്രളയമാണ് പ്രതിസർഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വംശം എന്ന് പറയുന്നത് രാജവംശ പരമ്പരയുടെ ആണ് വംശം എന്ന് പറയുന്നത്. മന്വന്തരങ്ങള് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടു അല്ലെ, 14 മന്വന്തരങ്ങളുണ്ട്. അതുപോലെ വംശാനുചരിതം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ള രാജവംശ പരമ്പര എന്ന് വംശം പറഞ്ഞു. ഇവിടെ രാജകുലങ്ങളുടെ ചരിത്രമാണ് വംശാനുചരിതത്തിൽ പറയുന്നത്. ഇതാണ് 5 ലക്ഷണങ്ങള് പുരാണത്തിൻ്റെത് മത്സ്യപുരാണത്തിൽ പറയുന്നത്. ഏകദേശം സെയിം ആയിട്ട് തന്നെ സെയിം മീനിങ്ങിൽ തന്നെയാണ് മറ്റു പുരാണങ്ങളിലും പറയുന്നത്. ഭാഗവത പുരാണത്തിലാണ് വ്യത്യാസമുള്ളത്. എത്ര ലക്ഷണമാണ്? 10 ലക്ഷണങ്ങളാണ് എന്തിനു പറയുന്നത്? പുരാണത്തിന് പറയുന്നത്. ഏതൊക്കെയാണ്? സർഗശാധ വിസർഗശ വൃത്തി രക്ഷാന്തരാണിച്ച വംശോ വംശാനുചരിതം സംസ്ഥാഹേതുരപാശ്രയ. എന്നോട് വായിക്കാം. സർഗശ അധ വിസർഗശ വൃത്തിരക്ഷാന്തരാണിച്ച
വംശോ വംശാനുചരിതം സംസ്ഥാ ഹേതുരപാശ്രയ. എന്താണ്? സർഗം, വിസർഗം, വൃത്തി, രക്ഷ, അന്തരം, വംശം, വംശാനുചരിതം, സംസ്ഥ, ഹേതു, അപാശ്രയം. സർഗം, വിസർഗം, വൃത്തി, രക്ഷ, അന്തരാണി, വംശം, വംശാനുചരിതം, സംസ്ഥ, ഹേതു, അപാശ്രയം. ഇതിൽ നമ്മൾ ഓൾറെഡി 5 ലക്ഷണങ്ങൾ പറഞ്ഞു. അത് കൂടാതെയുള്ള ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? വിസർഗ അല്ലെ? വിസർഗം എന്ന് പറയുന്നതും സർഗം പോലെ തന്നെ സൃഷ്ടി തന്നെയാണ്, ഉൽപ്പത്തി തന്നെയാണ് പറയുന്നത്. എപ്രകാരമാണോ, ഇങ്ങനെ അതിന്റെ ലക്ഷണം പറയുന്നത്, എപ്രകാരമാണോ ഒരു ബീജത്തിൽ നിന്നും മറ്റൊരു ബീജം ഉണ്ടാകുന്നത്, അതുപോലെ ജീവനിൽ നിന്നും മറ്റൊരു ജീവന്റെ സൃഷ്ടിയെയാണ് വിസർഗം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഒരു ബീജത്തിൽ നിന്നും മറ്റൊരു ബീജം ഉണ്ടാവുന്നത് പോലെ ഒരു ജീവനിൽ നിന്നും മറ്റൊരു ജീവൻ ഉണ്ടാവും. അപ്പൊ അവിടെ എക്സാമിന് മാത്സ് ഫോളോയിങ് ആയിട്ടൊക്കെ പലപ്പോഴും ക്വസ്റ്റ്യൻ കാണാറുള്ളതാണ്. ഈ വിസർഗവും ഹേതു വൃത്തിയൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ തരും സർഗം പ്രളയം തന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്, ഇത് എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ സൃഷ്ടിക്ക്, സർഗത്തിന് സൃഷ്ടി എന്നുള്ള മീനിങ്, പ്രളയത്തിന് എല്ലാത്തിന്റെയും, അതായത് പ്രതിസർഗത്തിന് പ്രളയം എന്നുള്ള മീനിങ്, അതുപോലെ വിസർഗത്തിന് ബീജസ്യ ഉത്പത്തി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അതുപോലെ തന്നെ വൃത്തി എന്താണ്? വിസർഗം എന്ന് പറയുന്ന ജീവസ്യ ഉത്പത്തി എന്ന് പറഞ്ഞു. ഇവിടെയോ വൃത്തി എന്ന് പറയുന്നത് മാനവര് ജീവന നിർവഹണത്തിന് വേണ്ടി ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ വൃത്തി എന്ന പേരിൽ പറയുന്നു എന്നാണ് അതിന്റെ ലക്ഷണമായിട്ട് പറയുന്നത്. മാനവഃ സ്വജീവന നിർവാഹാർത്ഥം ഏഷാം വസ്തൂനാം ഉപയോഗഃ തത്സർവം വൃത്തിരുത്തിച്ചത്. രക്ഷ എന്ന് പറയുന്നത് അവതാര കഥകളാണ് രക്ഷ എന്ന് പറയുന്നത്. അതുപോലെ ഹേതു എന്ന് പറയുന്നത് സൃഷ്ടിയുടെ കാരണത്തെയാണ് അവിടെ ഹേതു എന്ന് പറഞ്ഞേക്കുന്നത്. അപാശ്രയം എന്ന് പറയുന്നത് ബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവിനെയാണ് അപാശ്രയം. അതിങ്ങനെയാണ്, സൃഷ്ടി മുതൽ പ്രളയം വരെയുള്ള ഏത് തത്വമാണോ അതിനെയാണ് അപാശ്രയം എന്ന് പറയുന്നതെന്ന് പറഞ്ഞ അവിടെ ലക്ഷണം പറയുന്നുണ്ട്. ഇത്രയാണ് പുരാണത്തിന്റെ 10 ലക്ഷണങ്ങൾ ഭാഗവത പുരാണത്തിൽ പറയുന്നത്. അപ്പോ മത്സ്യപുരാണത്തില് സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം. ഭാഗവത പുരാണത്തില് സർഗം, വിസർഗം, വൃത്തി, രക്ഷ, അന്തരാണി, വംശം, വംശാനുചരിതം, സംസ്ഥ, ഹേതു, അപാശ്രയം. ഇങ്ങനെ 10 ലക്ഷണങ്ങളും പറയുന്നു. അപ്പൊ പുരാണ വ്യുത്പത്തി നമ്മൾ പറഞ്ഞു, പുരാണ ലക്ഷണം പറഞ്ഞു. ഇനി നമുക്കുള്ളത് പുരാണ സാഹിത്യവും സൃഷ്ടി, രാജതരംഗിണി, മഹാഭാരതം. ഇത് ഇത്രയും കൂടെ നമുക്ക് വേറൊരു ക്ലാസ്സിലായിട്ട് നോക്കാം. അപ്പം ഈ ക്ലാസ്സുകൾ ഓക്കെ ആണെന്ന് കരുതുന്നു. ഈ ഏരിയാസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഉറപ്പായിട്ടും ചോദ്യം ചോദിക്കുന്ന 2 ഏരിയാസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇത്രയും ഭാഗങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു 6 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണ്ടവര് 8848213642 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്